നമസ്കാരം. നമ്മുടെ അച്ചടി മാധ്യമങ്ങളൊക്കെ പ്രതിസന്ധിയിലാകുന്ന കാലത്ത് എങ്ങനെയെങ്കിലും അച്ചടി മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി തുറക്കുന്ന ഒരു മഹോത്സവം ഇന്ന് ഷാർജയിൽ ആരംഭിക്കുകയാണ്. അത് സംഘടിപ്പിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയമായൊരു പത്രമാണ് മാധ്യമം. അതിൻ്റെ GCC പതിപ്പാണ് ഗൾഫ് മാധ്യമം. ഗൾഫ് മാധ്യമം കഴിഞ്ഞ 6-7 കൊല്ലമായി നടത്തി വരുന്നൊരു മഹോത്സവം ഷാർജയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഏഴാമത്തെ എഡിഷനാണത്. ആ ഉത്സവത്തിൻ്റെ പേര് കമോൺ കേരള എന്ന പേരിൽ നടക്കുന്ന സാംസ്കാരിക ഉത്സവമാണ്. ഒരുപാട് തലങ്ങളിൽ അതിൻ്റെ പലതരത്തിലുള്ള പ്രദർശനങ്ങൾ, പലതരത്തിലുള്ള ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, കലാപരിപാടികൾ, സെമിനാറുകൾ, ബൗദ്ധികമായ ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ട്. 3 രാവും പകലും ഇന്നു മുതൽ മെയ് മാസം 9, 10, 11 തീയതികളിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ സാംസ്കാരിക ഉത്സവം. കമോൺ കേരള എന്ന പേരിൽ ഗൾഫ് മാധ്യമം ഈ ഷാർജയിലെ എക്സ്പോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകോത്തരമായ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്ന ഹാളാണത്. ആ വിശാലമായ ഹാളിൽ ഇനിയുള്ള 3 ദിവസം 3 രാപ്പകലുകൾ ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 9, 10, 11 3 ദിവസം ഗൾഫ് മാധ്യമത്തിൻ്റെ ഉത്സവം നടക്കുകയാണ്. ലോകത്തിലെ പ്രത്യേകിച്ച് മലയാളത്തിന് പ്രിയപ്പെട്ട എല്ലാവരും, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരും പ്രമുഖരായ ജനനേതാക്കളും എല്ലാം സംഗീതജ്ഞന്മാരും പാടുകയും ആടുകയും ഒക്കെ ചെയ്യുന്ന താരനിശ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. സിനിമ, സംഗീതം, സംസ്കാരം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർ വലിയൊരു സാംസ്കാരിക ഉത്സവമായി നടക്കുകയാണ്. മലയാളത്തിലെ മോഹൻലാൽ, ലാൽ ജോസ്, സുരഭി തുടങ്ങിയ നടീനടന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ ഉത്സവമാണ്. സത്യത്തിൽ ഈ ഉത്സവത്തെ വിളിക്കേണ്ടത് സാംസ്കാരിക ഉത്സവം എന്നാണോ, കമോൺ കേരള എന്നാണോ, അതോ വിളിക്കേണ്ടത് കമോൺ പ്രിൻ്റ് മീഡിയ എന്നാണോ? അല്ലെങ്കിൽ ഈ അച്ചടി മാധ്യമങ്ങൾ വളരട്ടെ, അച്ചടി മാധ്യമങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്, അച്ചടി മാധ്യമങ്ങളുടെ ഒരു അതിജീവന ഉത്സവം എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ പ്രിൻ്റ് മീഡിയയും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പത്രങ്ങളും വലിയ തോതിൽ പ്രതിസന്ധിയിലാണ്. മുന്നിട്ട് നിൽക്കുന്ന വലിയ തോതിലുള്ള പരസ്യങ്ങൾ കൊണ്ടൊക്കെ പിടിച്ചു നിൽക്കുന്ന ഏതാനും വൻകിട പത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കി പത്രങ്ങളൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ കാലത്ത് പൂട്ടിപ്പോയ മലയാള പത്രങ്ങളുടെ എണ്ണം, ചെറുകിട പത്രങ്ങളൊക്കെ നിരന്തരമായി പൂട്ടിപ്പോയി. ഇപ്പോൾ മലയാളത്തിൽ തന്നെ വർത്തമാനം എന്ന പത്രം പൂട്ടിപ്പോയി, തേജസ് എന്ന പത്രം പൂട്ടിപ്പോയി. കേരളത്തിൽ തന്നെ പല പത്രങ്ങളും, ഇപ്പോൾ ചന്ദ്രിക പ്രതിസന്ധിയിലാണ്, ചെറിയ പത്രങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്, വീക്ഷണം പ്രതിസന്ധിയിലാണ്. എല്ലാ പത്രങ്ങളും ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും ജന്മഭൂമി എന്ന പത്രം വലിയ പ്രതിസന്ധിയും അതിനകത്ത് വലിയ സമരങ്ങളും നടക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും ഇത്തരം പ്രതിസന്ധിയുണ്ട്. ദേശാഭിമാനി പലതരത്തിലാണ് അതിൻ്റെ പ്രതിസന്ധികളെ പലപ്പോഴായിട്ട് കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വൻകിടക്കാരുടെ സ്പോൺസർഷിപ്പ് അങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഭരണകൂടം പ്രത്യേകിച്ചും ഭരണം കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ ഈ സൗജന്യങ്ങൾ, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടാകും. മാധ്യമം തന്നെയും വലിയ പ്രതിസന്ധിയിലാണ്. മാധ്യമം തന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു മാസത്തിൽ തന്നെ പലതവണയായിട്ടാണ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ അച്ചടി മാധ്യമങ്ങളും പ്രതിസന്ധിയിലാണ്. ഗൾഫ് മാധ്യമം തന്നെയും പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെയാണ് ഗൾഫ് മാധ്യമം പലയിടത്തും ഇപ്പോൾ 6 രാജ്യങ്ങളിലാണ്, 6 GCC രാജ്യങ്ങളിലാണ് ഗൾഫ് മാധ്യമം ഇറങ്ങുന്നത്. 1 UAE-യിലാണ്, 2 ഒമാനിലാണ്, 3 ഖത്തർ, 4 ബഹ്റൈൻ, 5 കുവൈറ്റ്, 6 സൗദി അറേബ്യ. ഈ പല രാജ്യങ്ങളിലും അച്ചടിച്ച് പത്രം ഇറക്കാൻ അവർ പോലും ബുദ്ധിമുട്ടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി. തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ സമ്പൂർണ്ണമായി ഈ പേപ്പറേ ഉള്ളൂ, എന്ന് വെച്ചാൽ ഓൺലൈൻ പത്രം മാത്രമേ ഉള്ളൂ. പ്രിൻ്റ് മീഡിയ ആയിട്ട് ഒരു അച്ചടിപ്പത്രം ഇറങ്ങുന്നില്ല. അതുപോലെ തന്നെ ഒമാനിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഈ പേപ്പറാണ്, എന്നുവെച്ചാൽ ബാക്കി 5 ദിവസമാണ് പത്രം ഇറങ്ങുന്നത്. ബാക്കി രാജ്യങ്ങളിലൊക്കെ കഷ്ടിച്ച് പ്രിൻ്റ് മീഡിയ ആയിട്ട് തന്നെ അച്ചടിച്ച് തന്നെ പത്രം ഇറങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളിൽ ഈ 4 രാജ്യങ്ങളെങ്കിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പത്രം അതിൻ്റെ സർക്കുലേഷൻ കൊണ്ടും പരസ്യം കൊണ്ടും നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പ്രതിസന്ധി തീർക്കാനും സാമാന്യമായി വലിയൊരു വരുമാനം ഉണ്ടാക്കാനും കൂടിയാണ്. അല്ലെങ്കിൽ പത്രവിൽപ്പന കൊണ്ടും പരസ്യം കൊണ്ടും മാത്രം അച്ചടി മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാലത്ത് പത്രേതരമായ അല്ലെങ്കിൽ പത്രബാഹ്യമായ ഒരു സാധാരണഗതിയിൽ ഒരു പത്രത്തിന് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്ന ന്യൂസുകൾ കളക്ട് ചെയ്യുന്നു, സത്യസന്ധമായ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആളുകൾ വായിക്കുന്നു, സർക്കുലേഷൻ കൂടുന്നു. അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കൂടുമ്പോൾ പരസ്യങ്ങളും കൂടുതൽ കിട്ടും. അങ്ങനെയാണ് നടന്നു പോകേണ്ടത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു പത്രത്തിന് നടന്നു പോകാനാവില്ല എന്ന സൂചനയാണ് ഗൾഫ് മാധ്യമത്തിൻ്റെ ഈ എക്സ്പോ, ഗൾഫ് മാധ്യമത്തിൻ്റെ ഈ മഹോത്സവം. പക്ഷേ കഴിഞ്ഞ 6-7 കൊല്ലമായി അവരുടെ 7th എഡിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വിജയിച്ചതുകൊണ്ടാണല്ലോ ഇപ്പോഴും തുടർന്നു പോകുന്നത്. കമോൺ കേരള ഒരു വിജയമാണ് എന്ന് കാണുന്നത് അവർക്ക് മാത്രം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല, അതൊരു സൂചന കൂടിയാണ്. എല്ലാ മലയാള പത്രങ്ങൾക്കും ഇത് വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ്.
പ്രത്യേകിച്ച് വലിയ തോതിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗൾഫ് ചന്ദ്രിക അല്ലെ മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക നിലച്ചുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ചന്ദ്രിക പോലുള്ള പത്രങ്ങൾക്കും എളുപ്പത്തിൽ KMCC പോലുള്ള വലിയ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ആലോചിക്കാവുന്നതാണ്. അവർക്ക് ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ ഉത്സവങ്ങൾ, വലിയ ആഘോഷങ്ങൾ, വ്യാപാര ഉത്സവങ്ങൾ, പ്രദർശനങ്ങൾ, താരനിശകൾ, സംഗീത കച്ചേരികളൊക്കെ നടത്തിയിട്ട് വലിയ തോതിൽ പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് വളരെ ശാസ്ത്രീയമായിട്ടാണ് നടത്തുന്നതും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പന വ്യാപകമായി നടക്കുന്നുണ്ട്. ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ ഈ GCC ഈ 6 രാജ്യങ്ങളിൽ സാധനം വാങ്ങുന്നത്, നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം വാങ്ങുമ്പോൾ പോലും ടിക്കറ്റ് കിട്ടുന്നു. അതിനകത്ത് നിന്ന് പിന്നെ നറുക്കെടുക്കുന്നു, സമ്മാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വളരെ ജനകീയമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഡിമാൻഡുള്ള ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് ഗൾഫ് മാധ്യമത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത. ഗൾഫ് മാധ്യമത്തെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വഴി, അതിജീവനത്തിൻ്റെ വഴി നമ്മുടെ അച്ചടി മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിന് അവരെ അഭിനന്ദിക്കണം. ഒപ്പം ചില കൗതുകങ്ങൾ തീർച്ചയായിട്ടും അവരോട് പങ്കിടാവുന്നതാണ്. ഒന്ന്, മാധ്യമം തുടങ്ങിയ കാലത്ത് ഞങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്, കൗതുകത്തോടെ, താല്പര്യപൂർവ്വം ആ നിലവാരം മാധ്യമം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം, അവരുടെ നിലപാടിനോട് ഒക്കെ വിയോജിക്കുമ്പോൾ തന്നെ മാധ്യമം അതിൻ്റെ നിലവാരം സൂക്ഷിക്കുന്നുണ്ട് ഒരു പത്രം എന്ന നിലയിൽ. പക്ഷേ അന്ന് തുടക്കത്തിലേ അവർ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം സിനിമാ പരസ്യം കൊടുക്കൂല എന്നതായിരുന്നു. സിനിമാ പരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതെന്തോ വലിയ വിപ്ലവകരമായിട്ടാണ് അന്ന് വന്നത്. പക്ഷേ ആരെയാണോ അവർ അന്ന് നിഷേധിച്ചത്, ആ സിനിമാ ലോകം തന്നെ ഇവരുടെ കൂട്ടുപിടിക്കേണ്ട, ആ സിനിമാ ലോകത്തെ കൂട്ടുപിടിച്ച് താരങ്ങളെയും താരനിശയെയും നടത്തുന്ന മട്ടിലേക്ക് മാറി എന്നത് കാലം മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. കാലം മാറുമ്പോൾ ആരും മാറും എന്നതിൻ്റെ കൂടി തെളിവായിട്ട് വേണം അതിനെ കാണാൻ. രണ്ടാമതൊരു കൗതുകം, ഈ സമയത്ത് മോഹൻലാലിനെ ഇതിൻ്റെ ചീഫ് അംബാസിഡറായിട്ട്, മുഖ്യ പ്രചാരകനായിട്ട്, കമോൺ കേരളയുടെ ഒരു മുഖ്യ ആകർഷണമായിട്ട് അവസാന സമാപന ദിവസത്തെ മോഹൻലാലിൻ്റെ താരനിശ മോഹൻലാലാണ് നയിക്കുന്നത്. ഈ സമയത്ത് അത് എന്തുമാത്രം, പ്രത്യേകിച്ച് മോഹൻലാൽ ഉൾപ്പെടെ ഇപ്പോൾ എമ്പുരാൻ സിനിമ വന്നപ്പോൾ മാധ്യമവും അതിൻ്റെ ബന്ധുക്കളും ഒക്കെ സ്വീകരിച്ചൊരു നിലപാട്, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ന്യൂനപക്ഷ വക്താക്കൾ മുഴുവനും സ്വീകരിച്ച ഒരു നിലപാട് അനുസരിച്ച് മോഹൻലാൽ എമ്പുരാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭീരുത്വം കൊണ്ട് ആരെയൊക്കെയോ ഭയപ്പെട്ട് അദ്ദേഹം തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അനാവശ്യമായ ഒരുപാട് കട്ടുകൾ, തീർച്ചയായിട്ടും എമ്പുരാൻ സിനിമയായിട്ട് കണ്ടാൽ മതി, സിനിമയെ ഒരു കലാസൃഷ്ടിയായിട്ട് കണ്ടാൽ മതി, അതൊരു കലാകാരൻ്റെ ആവിഷ്കാരമാണ്. അതിനുവേണ്ടി കഥ എഴുതിയവനും സംവിധാനം ചെയ്തവനും അതിൻ്റെ വിഷമം അറിയൂ. എന്തായാലും എമ്പുരാൻ സിനിമ വലിയ തോതിൽ വ്യാപാരപരമായി വിജയിച്ചു കഴിഞ്ഞിട്ട് പോലും ആർക്കൊക്കെയോ വേണ്ടി അതിനകത്ത് അനാവശ്യമായ കട്ടുകൾക്ക് മുൻകൈയെടുത്ത, സ്വയം അവനവനെ തന്നെ മുറിച്ചു മാറ്റുന്ന തരത്തിൽ അപമാനകരമായൊരു നിലപാട് സ്വീകരിച്ച ഒരാളാണ് മോഹൻലാൽ എന്നിരിക്കെ, ആ മോഹൻലാലിനെ ഈ വർഷം തന്നെ ഈ കമോൺ കേരളയുടെ തലപ്പത്ത് ഇരുത്തി പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നുവോ എന്ന ചിന്ത മാധ്യമം ചിന്തിക്കട്ടെ. മാധ്യമത്തോട് ചോദിക്കാനുള്ള നമ്മുടെ അവകാശം നമ്മളും നിലനിർത്തുന്നു. ഗൾഫ് മാധ്യമത്തെ ഈ ഉദ്യമത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.